കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. ഇത് ഞങ്ങളുടെ പാട്ട്, ഇത് നിങ്ങളുടെ പാട്ട്, ഇത് ഞങ്ങളുടെ പാട്ട്, നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ നമ്മുടെ പാട്ട്. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. നാലാള് തള്ളുമ്പോ പാടുന്നൊരു പാട്ട്, തള്ളായ തള്ളുകളെല്ലാം താളായല്ലോ. 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 കൈത്തണ്ട് പിടിക്കുമ്പോ പാടുന്നൊരു പാട്ട്, തണ്ടായ തണ്ടുകളെല്ലാം കപ്പത്തണ്ട്. കൈത്തണ്ട് പിടിക്കുമ്പോ പാടുന്നൊരു പാട്ട്, തണ്ടായ തണ്ടുകളെല്ലാം കപ്പത്തണ്ട്. കൈക്കോട്ടിൻ താളത്തിൽ പാടുന്നൊരു പാട്ട്, പൂളുതികൾ മൂളുന്ന മൂളിപ്പാട്ട്. കൈക്കോട്ടിൻ താളത്തിൽ പാടുന്നൊരു പാട്ട്, പൂളുതികൾ മൂളുന്ന മൂളിപ്പാട്ട്. ഒറ്റല കുത്തിക്കേറുമ്പോ മൂളുന്നൊരു മൂളക്കം, കാരികൂരി കുത്തുമ്പോ നീറുന്നൊരീറ്റം. ഒറ്റല കുത്തിക്കേറുമ്പോ മൂളുന്നൊരു മൂളക്കം, കാരികൂരി കുത്തുമ്പോ നീറുന്നൊരീറ്റം. നാലാള് തള്ളുമ്പോ പാടുന്നൊരു പാട്ട്, തള്ളായ തള്ളുകളെല്ലാം താളായല്ലോ. നാലാള് തള്ളുമ്പോ പാടുന്നൊരു പാട്ട്, തള്ളായ തള്ളുകളെല്ലാം താളായല്ലോ. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. അഞ്ചാറാള് കൂടുമ്പോ കൂടുന്നൊരു കൂട്ടായ കൂട്ടുകളെല്ലാം പാട്ടായല്ലോ. ഞങ്ങളുടെ പാട്ട്, 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 ഞങ്ങളുടെ നമ്മുടെ പാട്ട്, ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പാട്ട്, നിങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ നമ്മുടെ പാട്ട്, ഞങ്ങളുടെ പാട്ട്, നിങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പാട്ട്, നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ നമ്മുടെ പാട്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മുടെ നാടൻ തനിമ ചോരാത്തൊരു ന്യൂ ഇയർ ആണ് നമ്മൾ ഇന്ന് വിഭാവനം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫ്ലോറിൽ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കരിന്തലക്കൂട്ടം പെർഫോം ചെയ്തു. ആൻഡ് നമ്മുടെ ഗസ്റ്റ് വിഷ്ണു ആൻഡ് ബിപിൻ വന്ന് നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട്. നമ്മുടെ ഈ കുടുംബത്തിന്റെ സ്വന്തം ആൾക്കാര്, അവർ അത്രയും സൂപ്പർ ടാലന്റ് ഉള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ അത് നാടൻ പാട്ടിന്റെ അങ്ങോട്ട് നോക്കിയപ്പോ എന്നെ തന്നെയാണോ എന്നൊക്കെ സായിച്ചേട്ടൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചേ. നാടൻ പാട്ടിന്റെ സ്വന്തം സായിച്ചേട്ടൻ വാ ചേട്ടാ, ഈ സ്റ്റേജിൽ വന്നിട്ട് ഒന്ന് പൊളിക്കണം. നമുക്ക് ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. സാധിച്ചേട്ടന് വേറൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് പോലെ, അതായത് ഞങ്ങൾ അമരക് ബ്രന്തോണി എഴുതി കഴിഞ്ഞിട്ട് പടം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ഷോയിൽ പോയി അമേരിക്കയില്. അപ്പൊ അന്ന് ഞങ്ങള് കൂടിയിട്ടേ വിഷ്ണു ഞാനും. അന്ന് മുതൽ ഞങ്ങളെ പിരിക്കാൻ നടക്കുക, ഇന്ന് വരെ നടന്നിട്ടില്ല. ശരിയല്ലേ? നിന്റെ വിചാരം നിങ്ങളിപ്പോ ഒന്നിച്ച് ഒരേ മനസ്സാന്നാ? വിഷ്ണു ഞാനുമായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചായിരുന്നു. ആണല്ലേ? ഞാൻ ചോദിച്ചു ഇവനെന്താന്ന് വെച്ചാ അതായത് ഇപ്പൊ ഞാനാണ് ഈ കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണത്തിന്റെ അന്ന് വിഷ്ണുവിനെ രാവിലെ വിളിച്ചു, സാധിച്ചേട്ടൻ അവൻ കെട്ടിയല്ല ഒരു കോളായല്ല എന്ന് പറയും. എനിക്കാണ് ആദ്യം കുഞ്ഞുണ്ടായത്. അതേപോലെ തന്നെ അപ്പൊ വിഷ്ണുവിനെ വിളിക്കും, എന്തായി ഒരെണ്ണമായല്ലോ, നിനക്കിവിടെ കുറവുള്ള അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ, നീ ഇച്ചിരി പടി നിൽക്കേട്ടാ, ഒരു കുട്ടിയായി. അപ്പൊ കഴിഞ്ഞ ദിവസം
ആ ബിപിൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ചേട്ടാ എനിക്കല്ല ഏട്ടാ കളർ കൂടുതലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അവനാണ് താടി കൂടുതലെന്ന് പറഞ്ഞു. എന്തായാലും അധികം ഇതില്ല. എന്തായാലും ഇവരെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. അവർ അത്ര നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. പക്ഷെ ക്യാരക്ടറായിട്ടൊക്കെ ജീവിക്കാണ്. അല്ല ഞാൻ പൊതുവെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ ഇവരെ കാണുമ്പോ എന്തോ അങ്ങനെ തോന്നുന്നു. നല്ലതൊന്നും പിടിക്കില്ല. തേരുതുള്ളമ്മേ തേരുതുള്ള് ഇക്കള്ളം തന്നിൽ തേരുതുള്ള്, തേരുതുള്ളമ്മേ തേരുതുള്ള് ഇക്കള്ളം തന്നിൽ തേരുതുള്ള്, തേരുകൊള്ളമ്മേ തേരുകൊള്ളേ ഇക്കളം തന്നിലെ തേരുകൊള്ളേ, പൂജ കൊള്ളമ്മേ പൂജ കൊള്ള് ഇക്കളം തന്നിലെ പൂജ കൊള്ളേ. തേരുകൊള്ളമ്മേ തേരുകൊള്ള് ഇക്കളം തന്നിൽ തേരുകൊള്ള്, പൂജ കൊള്ളമ്മേ പൂജ കൊള്ള് ഇക്കളം തന്നിൽ പൂജ കൊള്ള്, തേരുകൊള്ളമ്മേ തേരുകൊള്ളേ ഇക്കളം തന്നിലെ തേരുകൊള്ളേ, ഓ പൂജ കൊള്ളമ്മേ പൂജ കൊള്ളേ ഇക്കളം തന്നിലെ പൂജ കൊള്ളേ. ആ തേരുതുള്ളമ്മേ തേരുതുള്ളു കൊടുങ്ങല്ലൂരമ്മേ തേരുതുള്ളു, തേരുതുള്ളമ്മേ തേരുതുള്ളു കൊടുങ്ങല്ലൂരമ്മേ തേരുതുള്ളു, തേരുകൊള്ളമ്മേ തേരുകൊള്ളു ഇക്കള്ളം തന്നിലെ തേരുതുള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു ഇക്കള്ളം തന്നിലെ പൂജ കൊള്ളു. ആ തേരുകൊള്ളമ്മേ തേരുകൊള്ളേ കോഴിയുടെ കുരുതിയോടെ തേരുകൊള്ളേ, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളേ കോഴിയുടെ കുരുതിയോടെ പൂജ കൊള്ളേ. തേരുകൊള്ളമ്മേ തേരുകൊള്ളു ഇക്കളം തന്നിലെ തേരുകൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു ഇക്കളം തന്നിലെ പൂജ കൊള്ളു, തേരുതുള്ളമ്മേ തേരുതുള്ളു ഇക്കളം തന്നിലെ തേരുതുള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു ഇക്കളം തന്നിലെ പൂജ കൊള്ളു, തേരുകൊള്ളമ്മേ തേരുകൊള്ളു ഇക്കളം തന്നിലെ തേരുകൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു ഇക്കളം തന്നിലെ പൂജ കൊള്ളു. ഓക്കേ താങ്ക് യു. പോകാൻ വരട്ടെ രാജേട്ടാ പോണേ. പോവാൻ വരട്ടെ. ഇത് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ ചുമ്മാ പാടിയിട്ട് എളുപ്പത്തിൽ പോവാൻ പറ്റുമോ? അല്ലേ? പറഞ്ഞോ അല്ല അവര് ചേട്ടൻ പറയട്ടെ. ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വാക്കോവർ കിട്ടിയിരുന്നു. എതിർ ടീം വന്നില്ല, വാക്കോവർ കിട്ടി. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞാലെങ്കിൽ അവരെ പിരിക്കാൻ നീ ശ്രമിക്കാതിരിക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല, കാരണം ഞാൻ അവരെ പിരിക്കില്ല, ഒരിക്കലും പിരിക്കില്ല. പക്ഷെ ശ്രമിച്ചോണ്ടിരിക്കും. ഇതേപോലെ പാട്ട് പാടരുത്, ഞങ്ങൾ സ്വയം പിരിഞ്ഞു പോകും. ഇശ്ശോ. അല്ല കുഴപ്പമില്ലടാ, ഞാൻ അങ്ങനത്തെ പാട്ടല്ല ഉദ്ദേശിച്ചത്. ഞാൻ വേറെ പാട്ടാ ഉദ്ദേശിച്ചത്. അടിപൊളി സാധിച്ചേട്ടാ, നമ്മുടെ കുടുംബത്തിന്റെ Okay. മാനം കാത്തു. ബിബിൻ പാടിയതാണ്, ഞാൻ പാടിയതായിരുന്നു. ചില അവിടെ പോയിരുന്നേ ഒന്ന് വിളിച്ചത് വെച്ചിട്ടേ. അപ്പൊ ഓക്കെ താങ്ക് യു. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നമ്മുടെ നാടിന്റെ ചില ഓർമ്മകളും പഴയ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അയവിറക്കുന്ന ചില റൗണ്ടുകൾ കൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒന്ന് നൊസ്റ്റാൾജി ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട 2 കപ്പിൾസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദേവൻ ചേട്ടനാണ്, യമന ചേച്ചി, ഹരിചേട്ടൻ, സവിത ചേച്ചി, പ്ലീസ്. അശ്വതി, ഈ നൊസ്റ്റാൾജി തീർക്കാൻ ഞങ്ങളെ വിളിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഓൾഡ് ആണെന്നാണോ എന്താണോ നിന്റെ അർത്ഥം? അല്ല, നല്ല നൊസ്റ്റാൾജി ഉള്ള ഒരു ഗെയിമോ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗെയിമാണ്. കാരണം ഇതിപ്പോ ലൈഫിൽ ഇതിപ്പോ സംഭവിച്ചോണ്ടിരിക്കുക. എന്താ? ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെ ഗേറ്റിന്റെ അടുത്ത് ഒരാൾ ബെല്ലടിച്ചു. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക് പഴയ കുപ്പി ചാക്കി എന്ന് പറഞ്ഞ ആള് വന്നത് ബെല്ലടിച്ച ഉടനെ ഇവളിപ്പോ ഇത് നോക്കി, പഴയ സാധനം എടുക്കാൻ വന്നാണമ്മ എന്ന് പറയണേ. ഏട്ടാ ഒരാള് വിളിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ഇപ്പൊ നൊസ്റ്റാൾജിക്ക് വിളിച്ചപ്പോ ഒന്നുകൂടെ നൊസ്റ്റാൾജി എല്ലാവർക്കും ഇല്ലേ? അല്ലേ? നൊസ്റ്റാൾജി എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അതിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഉള്ള നൊസ്റ്റാൾജിയാണ്. പാളയിലിരുത്തി വലിച്ചിട്ടുണ്ടോ? എപ്പോ? ആരെ? കൊച്ചിലെ എല്ലാം നമ്മളെ സഹോദരങ്ങൾ തമ്മിലും ഒക്കെ ചെയ്യുന്ന കാര്യമല്ലേ? ഭാര്യ പാളയിലെടുത്ത് വലിച്ചിട്ടുണ്ടല്ലോ, തിരിച്ച് വലിച്ച് നമ്മളെ തറയിലടിക്കത്തില്ലേ? എത്ര മനോഹരമായ ആചാരം. നമ്മുടെ ടാസ്ക് ഇത്രയേ ഉള്ളൂ. ഭാര്യമാരെ അവിടെ പാളയിലെടുത്ത അവിടുന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ അവിടെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട്, റോസാപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാര്യമാർ ഒന്നും അതെടുത്ത് കയ്യിൽ പിടിക്കണം. ആൻഡ് ഇവിടെ വരുമ്പോഴേക്കും അവരത് ഫ്ലവർ വേസിൽ കുത്തി വെക്കണം. അപ്പൊ നമുക്ക് 3 minutes ടൈം ഉണ്ട്. ഈ സമയത്തുള്ള ആരാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ? 3 minutes എല്ലാവരും പ്രോത്സാഹിപ്പിക്കേ. ജോത്സരെ, ഇത് കാട്ടിലെ തടി വലിയടാ വലി. Yes, your time starts now. ഇത് കൊള്ളാലോ. വണ്ടി തിരിയട്ടെ. തിരിച്ചോ.
ഹരിയണ്ണനൊക്കെ പറിച്ചിട്ടത്. Ah! Come on, guys, you can do it. നാല്. നേരെ വെച്ചോടുക്ക അശ്വതി. ഇല്ല. സ്വാമിന. ഓട് വേണ്ട, ഓട്. വിടരുത്. പാള ഇട്ടിട്ടോടല്ലേ, പാളെ വലിച്ചിട്ടോളൂ. ആഹാ. എവിടെ ചേച്ചി മറ്റേ നീകാലാൻഡില് റൈഡ് കയറിയിരിക്കുന്നത് അടച്ചാ നിങ്ങൾ ക്ലാസ് ചെയ്യുമ്പോ വിഷ് ചെയ്യുന്നേ പരസ്പരം. ജയിച്ചേ. ഞാൻ വളരെ ഗൗരവത്തിലൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ഒന്നും ചെയ്യാറില്ല? ജിമ്മിൽ 2 മണിക്കൂറേ പോകത്തുള്ളൂ രാവിലെ. ഈ ജീവിതഭാരം കുറച്ചൊന്നും അല്ല. അല്ല, ഈ ദേവചേട്ടൻ പറയുന്നത് ഈ ജീവിതഭാരം അല്ല, നമ്മള് തമാശ അല്ലട്ടോ, ഇത് അത്ര കുനിഞ്ഞിട്ട് ഈ ബാക്ക് പക്ഷെ ഭയങ്കര പെയിനായിരിക്കും. ചേച്ചിയുടെ മുഖത്തുള്ള ചിരി ഉണ്ടല്ലോ, അത് എന്തിനുള്ള ചിരിയായിരുന്നു? ആദ്യമായിട്ടൊരു ഗെയിമിൽ ജയിച്ചു, അതിന്റെ ചിരിയാണ്. ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മള് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ പരിചയക്കാര് കാണൂലേ, അതുപോലെയാണ്. എവിടെ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ന്യൂ ഇയറിന് ഇത്ര നല്ല ചിരി സമ്മാനിച്ച നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വെരി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. Thank you so much. Camry Ice Cream, love has many flavors and these tea co-presents ഞാനും എന്റെ ആളും, co-powered by Pooja Ragni, Parle-G, cosmetic partner Dazzler, Eterna, way to stardom. നമ്മളൊരു പരിപാടി ഇങ്ങനെ തുടങ്ങി, അത് പ്രേക്ഷകർ ഏറ്റെടുത്തു, നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോ ആൾക്കാരൊന്നും മോശം പറയാത്തപ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നപ്പോ ചിലര് പറയണേ, നിങ്ങളെല്ലാരും സെലിബ്രിറ്റി കപ്പിൾസ് ആണല്ലോ, നിങ്ങളൊക്കെ 4 പേര് അറിയുന്ന ആളുകളാണല്ലോ, പക്ഷെ നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ചിലരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇന്ന് ഈ ഫ്ലോറിൽ വെച്ച് ചലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളെ കഴിഞ്ഞും പോപ്പുലാരിറ്റി അവർക്കാണ്, നിങ്ങളെ കഴിഞ്ഞും ഒത്തൊരുമയുള്ള കപ്പിൾസ് അവരാണ് എന്നൊക്കെ അവരോട് വെച്ച് പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചിലർ വന്നിട്ടുണ്ട്. അഭിഷേക് ബച്ചനും ഐശ്വര്യ റായി. അപ്പൊ ഞാൻ അവരെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഇവരെ കഴിഞ്ഞും പോപ്പുലർ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആരാണെന്നും അവർ എന്ത് ചാലഞ്ചുമായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നതെന്ന് നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടറിയും. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എല്ലാവർക്കും അത്രയും സുപരിചിതരായിട്ടുള്ള കപ്പിൾസ് ആണ് നമ്മുടെ ഈ ഷോയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്നേഹപൂർവ്വം അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനുരാജ് ആൻഡ് പ്രീണ, ഒപ്പം നിഖിൽ ആൻഡ് ലെന. അപ്പൊ നിങ്ങളാണ് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട കപ്പിൾസിന് വെല്ലുവിളി ഉയർത്താൻ വന്നിരിക്കുന്നത് അല്ലേ? അതെ, അത് ഞങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വെല്ലുവിളിക്കാൻ വന്നാന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്താ അറിയുന്നില്ല. അശ്വതി ചേച്ചിക്ക് തോന്നിയില്ലേ? എന്താ തോന്നിയേ? ഞങ്ങളെ കണ്ടപ്പോ ഒരു സന്തോഷം, ആ ഒരു ഹോംലി അപ്പിയറൻസ് ഒക്കെ ഞങ്ങളെ കാണുമ്പോൾ കിട്ടുന്നില്ല. അതാണ് ഞങ്ങളുടെ വിജയം. ബിക്കോസ് നമുക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഇത് കുറെ ഇത് ക്രിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ കോണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ഇത് കാണുമ്പോ അല്ലെ അങ്ങനത്തെ ഒരു സന്തോഷം. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ളവരും ഒക്കെ ഇതിനകത്ത് പാർട്ടാവുന്നത് കൊണ്ടും അതുകൊണ്ടായിരിക്കും ആ ഒരു ഫീല് കിട്ടാം. അതെ, അച്ഛനെയും അമ്മയും എല്ലാരും ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവർക്ക് ഒരു വെല്ലുവിളി കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ഗെയിം അല്ലെ, എന്തെങ്കിലും ഒരു ടാസ്ക് കൂടെ അല്ലേ നമുക്ക് ഇവരോട് എതിരിടാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു ടാസ്ക് ആയാലോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ബലാബലം നിങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. വിജയ്, ശ്രുതി, അനൂപ് ആൻഡ് ദർശന.
ജോൺ ചേട്ടാ നിത്യ സോഷ്യൽ മീഡിയയിലൂടെ വളരെ കാലങ്ങളായിട്ട് വളരെ സജീവമായിട്ട് എന്തായാലും അല്ലെ ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവരുടെ ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താ പറയാനുള്ള ഈ അവസരം? ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ എന്നെ പക്ഷേ ആരോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എവിടെ എനിക്ക് ഓർമ്മയുള്ള മുഖങ്ങൾ തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു വല്ലാത്ത എതിരാളികളാണ് നമ്മുടെ കപ്പിൾസിനുള്ളവർ വന്നേക്കുന്നവർ, മോശക്കാരല്ല, ആ അപകടകാരികളാണ്. അപ്പൊ നിത്യ പറയൂ. അല്ല, ഇവര് പറഞ്ഞല്ലോ ഇവര് ഭയങ്കര സ്നേഹമുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളത്. അത് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേജിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായത്. കാരണം ഇവിടെയുള്ള എല്ലാ ഹസ്ബൻഡ്സും ഭാര്യമാരോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഞങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗ്യം നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലോറിലൂടെ തരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴിവ് ഞങ്ങളൊന്ന് കാണട്ടെ. ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുന്നിൽ ഒരു 6 ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പിൾസ് ഓരോരുത്തരായിട്ടായിരിക്കും മത്സരിക്കുക. അനൂപൻ ദർശന ആദ്യം വരുന്നു. ഒരാൾ ഒരു കാര്യം ഹസ്ബൻഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. ആ ടേസ്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത് അത് ഡയറക്റ്റ് അതിന്റെ പേര് പറയാതെ അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ആൻഡ് തിരിച്ച് ഭാര്യയ്ക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനും ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കപ്പിൾസിന്റെ ഈ മത്സരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ അതിഥികൾക്ക് ഇത് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ ഇവരുടെ ആ ഒരു റിസൾട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൽ ഏത് ടീമാണ് ജയിക്കുന്നത്, നമ്മുടെ അതിഥികളാണോ ആതിഥേയരാണോ ജയിക്കുന്നത് എന്നുള്ളത് അറിയാലോ. അപ്പോ തോൽക്കുന്ന ടീമിന് ചെറിയ ചില പണിഷ്മെന്റ് ഉണ്ടാകും. ഇത് വല്ല മുട്ട കലക്കി തലയിൽ ഒഴിക്കുക, മഷി ഒഴിക്കുക, അങ്ങനെ വളരെ ചെറിയ പണിഷ്മെന്റുകളുള്ളൂ. ആരും പേടിക്കണ്ട. കുടിലിന് തീ കൊടുക്കുക. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചാൻസ് കൊടുക്കാൻ പോകുന്നത് ദർശനയ്ക്കും അനൂപിനുമാണ്. അനൂപ്, മുമ്പിൽ ഒരു സാധനം ഉണ്ട്, കുനിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്യണം. തൊട്ട് വായിൽ വെക്കാൻ പാടില്ല, അല്ലാണ്ട് മുഖം അങ്ങോട്ട് കൊണ്ടുചെല്ലണം. കമോൺ. ശ്രദ്ധിച്ച് മൂക്കൊണ്ട് ഹരിശ്രീ എഴുതണം. ഇതെന്താ സംഭവം? കിട്ടിയോ? എന്താ പറഞ്ഞോളൂ. എന്താ പേര് പറയരുത്. നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരൂലേ, അപ്പൊ കലക്കി കൊടുക്കൂലേ? അപ്പൊ ഒരു പോയിന്റ് ആണ്. അടുത്തത് ദർശനയുടെ ചാൻസ് ആണ്. ദർശന വളരെ സൂക്ഷിച്ച്, കയ്യിൽ ഞാൻ തരാം, പ്ലേറ്റ് തരാം. ഇതെന്താന്നുള്ളത് പതുക്കെ ടേസ്റ്റ് ചെയ്തിട്ട്. പൗഡറാണ്, പെട്ടെന്ന് വലിക്കരുത്. എന്തത്? എന്തോ ഒരു പൗഡർ ആണത്. ഭയങ്കര കയ്പാണ്, ഭയങ്കര കയ്പാ. സോപ്പ് പൊടി വല്ലതാണോ? അല്ലല്ല, ഞാൻ പറയാം. ഇത് അത് തന്നെയാണോ? പറഞ്ഞു നോക്ക്, ഗസ് ചെയ്ത് നോക്കാം. ക്ലൂ അല്ല, കൊടുക്ക്. നമ്മള് വീട്ടിൽ മേടിക്കുന്നതാണോ? ഇത് അത് തന്നെയാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ വേണ്ടി ടേസ്റ്റ് ചെയ്തോ. കറിക്ക് ഉപയോഗിക്കുന്ന സാധനമാണോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സാധനമാണോ? ഇല്ല, കറിക്ക് ഉപയോഗിക്കുന്ന സാധനം. കറിക്ക് ഉപയോഗിക്കുന്ന ഞാൻ പറയാം, നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കാന്ന് പറയില്ലേ? യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ തിളപ്പിച്ച വെള്ളം കുടിക്കും. ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അയ്യോ, ഇത് നിങ്ങക്ക് അറിയത്തില്ലേ? കരിങ്ങാലുമല്ലോ. അല്ലല്ല, ഇത് നമ്മള് രസത്തിലൊക്കെ ഇടും. മനസ്സിലായി. അയ്യോ, പറ. വെളുത്തുള്ളി. രസത്തിൽ എന്തൊക്കെ ഇടും നമ്മള്? തക്കാളി ഇടും. അല്ലല്ല, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊക്കെ ഇടുന്ന. കടുക്. വേറെ ഒരെണ്ണം കൂടെ ഇടും. അല്ലല്ല, പറ. കടുക്. ഉലുവയല്ലേ അത്? ഉലുവ. റൈറ്റ്. അടുത്ത ചാൻസ് അനൂപിനാണ്. കമോൺ. കിട്ടിയോ? കിട്ടിയേ. പറഞ്ഞു. നമ്മൾ ഇന്ന് ഉച്ചക്ക് ഇത് കഴിച്ചായിരുന്നു. ഇതിന്റെ കറിയോ? ഇത് നമുക്ക് ചിക്കൻ ആണോ? അല്ല, ഇത് നമുക്ക് ശരിക്കും ഫിഷ് ആണോ? ഇതിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലേ, പേര് പറയാൻ പറ്റില്ല. പറ. ഇതേ നമ്മള് ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് മേടിക്കും. ഒരു ദിവസം പറയണൊക്കെ നമ്മൾ ഇന്ന് പോയി മേടിക്കും. മേടിച്ചിട്ട് അതൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത്. തൈരാണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ 3 ചാൻസ് കഴിഞ്ഞു. അടുത്തത് വിജയ് ആൻഡ് ശ്രുതിയാണ്. കമോൺ, ഭാര്യ വിളിച്ചോ. മുനുകുമാരിയും. അപ്പൊ ശ്രുതിയുടെ കയ്യിലേക്കാണ് ഇത് തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ടേസ്റ്റ് ചെയ്യണം. കുടിക്കാനൊന്നുമല്ല, അത് പ്ലേറ്റിന്റെ അറ്റമാണ് കുട്ടി. ഓക്കെ, അത് കറക്റ്റ്. യെസ്,
നല്ല പാറ്റ ഫ്രൈ ആ ഈ ആഹാര സാധനമാണോ ബേക്കറി പ്രോഡക്റ്റ് ആണോ പഴമാണോ പറയൂ അതല്ല വിജയ് ചോദിക്കാൻ പാടില്ല ചോദിക്കണ്ട, ഞാൻ പറയാം. ഇത് നമ്മൾ പൊതുവെ വീട്ടിൽ വാങ്ങിക്കാറില്ല. പക്ഷെ ഇടയ്ക്ക് കണ്ണൻ വലിയ എരിവില്ലാത്ത സാധനങ്ങളൊക്കെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ചോദിക്കും ഇതും കൂടി തരുമോന്ന്. ഇതുണ്ടോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ- അച്ചാറ് ആ ഏത് അച്ചാറാണെന്ന് കൂടെ പറയിപ്പിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു വേണം. കാരണം ഇതില്ലേ ആ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കാണാൻ വേണം പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ഓ അന്വേഷിച്ച് കൊണ്ട് തന്ന കണ്ണിമാങ്ങ നമ്മടുത്ത കളി ഹരിച്ചേട്ടാ അതെ അതെ ഇപ്പൊ അനുരാജിന്റെ വൈഫ് അനുരാജിനെ നോക്ക കണ്ടു പഠിക്കും നിങ്ങളെ കണ്ടു പഠിക്കും. ആ കൊച്ചു പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്തൊക്കെയാ ചെയ്ത് കൊടുത്തത്. യെസ് വിജയ് എന്താ ഇത് പ്ലേറ്റ് പിടിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. Taste ചെയ്തോ? എങ്ങനെ ഇങ്ങനെ അത് ആ. ഒലിക്കുന്ന പോലെ അല്ലല്ല ഒലിക്കുന്നല്ല ധൈര്യമായിട്ട്. ഇല്ല കൈ ഉപയോഗിക്കാൻ പാടില്ല. കൈ ഉപയോഗിക്കാൻ മുഖം അങ്ങോട്ട് കൊണ്ടുവരണം. പൊളിച്ച് എടി മറ്റേ ദേഹം മുഴുവൻ കുരുകുരായിരിക്കുന്ന സാധനം നിനക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വല്ലപ്പോഴും മേടിക്കും. വെജിറ്റബിൾ ആണ്. ഈ ഇടയ്ക്ക് ഞാൻ മേടിച്ചു. ഓക്കെ ടേസ്റ്റ് ചെയ്തോ. ഇല്ല കുടിക്കാൻ പറ്റണമൊന്നും അല്ല. ആ അതുപോലെ തന്നെ. ആ കുറച്ചും കൂടെ. നീ കഴിച്ചോണ്ടിരിക്കാതെ ടേസ്റ്റ് കുറവച്ചേ. ഇത് നമ്മള് ഭീമുനും പാറുവിനെല്ലാം കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നവധാന്യം അല്ല അത് അതില് ഇടാൻ വേണ്ടിട്ട് ശർക്കര അല്ല കരിപ്പെട്ടി അതുപോലൊരു സാധനം തന്നെയാണ്. ആ പക്ഷെ കുറച്ചിങ്ങനെ വെള്ള കളറിൽ കട്ടി കട്ടിയായിട്ടിരിക്കുന്ന സാധനം. അതിന് വേറൊരു പേരല്ലേ പറയണേ? ഓ കൂവരവ് അല്ല പിന്നെ അല്ല കണ്ണാ, ആ. ഇതിന് മധുരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാ. ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ കട്ടി കട്ടിയായിട്ടായിരിക്കണേ. പഞ്ചസാര കൽക്കണ്ടം. ആ യെസ്. അപ്പൊ 6 ചാൻസില് 5 എണ്ണവും നമ്മുടെ 2 കപ്പിൾസും ചേർന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. 5 ആണ് നിങ്ങളുടെ സ്കോർ. ടോട്ടൽ 6 ആയിരുന്നു. അപ്പൊ ഇനി നമ്മുടെ അതിഥികൾക്കുള്ള അവസരമാണ്. Okay, സൈഡിലോട്ട് അതിഥികൾ മാറി please. അപ്പൊ ആരാ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം? ലെനയുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ലെന ആൻഡ് നിഖിൽ. അപ്പൊ ആദ്യത്തെ സാധനം തരട്ടെ. ലെനയ്ക്ക് ചാൻസ് തരാം. പ്ലേറ്റ് പിടിച്ചു. അത് വാഷ് ചെയ്തായിരുന്നോ? ധൈര്യമായിട്ട് ഫേസ് അതിലേക്ക് നോക്കി. ആ പറഞ്ഞോ. മധുരം ഉള്ളതാ? പഞ്ചസാര അല്ല, അതുപോലെ പഞ്ചസാരക്ക് മധുരമില്ല. പഞ്ചസാരക്ക് മധുരം, പക്ഷെ അതുപോലെ മധുരമുള്ള ഒരു സാധനം ആ പായസത്തിലൊക്കെ ഉപയോഗിക്കും. പായസത്തിൽ ഉപയോഗിക്കുന്ന മധുരമുള്ള സാധനം ശർക്കര യെസ് ആണോ? ശർക്കര റൈറ്റ് ആൻസർ. ഐ ആം റിയലി സോറി നിഖിൽ. മധുരം പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, മധുരം കഴിക്കാൻ പ്രശ്നമില്ലല്ലോ. അല്ല ടേസ്റ്റ് ചെയ്ത് നോക്കും. ഈശ്വരാ ഈ ചതി എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞോ. ലെന, ഇതെന്ന് പറയുന്നത് പച്ച കളറാണ്. നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തോട്ടത്തിലോ? കേട്ടോ, അധികം ഹൈറ്റ് ഇല്ല, ചെറിയ ചെടിയിലാണ് ഇത് ഉണ്ടാവുന്നത്. കേട്ടോ, കറികളിലൊക്കെ, മീൻകറിയിലും അങ്ങനെയുള്ള കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കേട്ടോ, ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓവറായിട്ട് കഴിച്ചാൽ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും. അല്ല, ചേന്റെ ഇനി നീ പറഞ്ഞില്ലെങ്കിൽ ചേന്റെ എക്സ്പ്ലനേഷനേക്കാളും ഉപരി എനിക്കത് അടുത്തൂടെ പോയപ്പോ ഒരു മണം വന്ന് ബാക്കി എക്സ്പ്ലനേഷൻ കൂടെ മനസ്സിലായി. കാന്താരി മുളക് അല്ലെങ്കിൽ മുളക്, അങ്ങനെ എന്തേലും ആയിരിക്കും. മുളക് ആണോ? മുളക്. ആ ഓക്കെ. അടുത്തത് ലെന, ഈ ദുഷിച്ച ശക്തികൾ നമ്മള് കൺഫ്യൂസ് ആക്കാൻ നോക്കും. നീ അതിലൊന്നും വീഴരുത്, പെട്ടെന്ന് പറഞ്ഞു. ഇതിന്റെ പേര് എനിക്കറിയില്ല. എന്നാലും എവിടെയൊക്കെ കാണാറുണ്ടെന്ന് പറയും. നമ്മുടെ വീട്ടിലുണ്ടോ? ഡ്രൈ ഫ്രൂട്ട് ആണ്. ആ അല്ലേ? അത് കഴിക്കുമ്പോ അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നേ? ആ പേരെന്ത് കേട്ടോ? സുമേഷ്.
പറഞ്ഞോ അത് എവിടെ ഏതിലാ യൂസ് ചെയ്യുന്നത്? ഇത് അയ്യോ ഇവിടെ അങ്ങനെ ഒന്നിലും യൂസ് ചെയ്യത്തില്ല അയ്യോ, ചേട്ടാ. ഭഗവാനെ. ഡ്രൈ ഫ്രൂട്ട് ആണോ? അല്ലേ ഒന്നുകൂടെ കഴിക്കണ കഴിച്ചു നോക്ക്. ചേട്ടാ കഴിച്ചു. ഒന്നുകൂടെ കഴിച്ചു നോക്ക്. ചേട്ടാ മനുഷ്യര് തിന്നുന്നതാണ്. അങ്കമാലിയിലെ കോഴിക്ക് ഒരു പുളിപ്പും മധുരവും. എടി ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി അല്ല ഏട്ടാ, അതുപോലത്തെ വേറൊരു സാധനം. അയ്യോ പായസത്തിലൊന്നും ഇടത്തില്ല ഏട്ടാ. എടുത്തില്ല. സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ഒക്കെ ഡ്രൈ സ്ട്രോബെറിയോ? അല്ല അങ്ങനെ. കിവി. ഡ്രൈ ആയിട്ടുള്ള കിവി അല്ല, കിവി. ഇത് കഴിച്ചിട്ട് പറയാം. എന്തു ഏട്ടാ? ഇപ്പൊ പറയാം. ഷുഗർ ക്യാൻഡി അല്ലേ മറ്റേ ഈ ജെല്ലി ജെല്ലി ക്യാൻഡി ആണ്. ജെല്ലി മിഠായി ആയിരുന്നു. അപ്പൊ രണ്ടെണ്ണം ശരിയായി, ഒന്ന് തെറ്റി. വിഷമിക്കണ്ട. അപ്പൊ മാറി നിന്നോളൂ. നമ്മുടെ അടുത്ത കപ്പലിനെ വിളിക്കാം നമുക്ക്. ലാസ്റ്റ് ചാൻസ് ആണ് ഇത്. ഇതില് 3 നിങ്ങൾ കറക്റ്റ് ആക്കുകയാണെങ്കിലാണ് നമ്മൾ ഒരു ടൈലൊക്കെ എത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ അവസരമാണ്. അനുരാജിനെ ടേസ്റ്റ് ചെയ്യാം. ഞാനത് കയ്യിൽ തരാം. കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഫേസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. Come on, you can. മിണ്ടരുത്. പറഞ്ഞോ. പാറു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ചപ്പാത്തിയുടെ കഴിക്കുമ്പോൾ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോ ഇഷ്ടം. അതിന്റെ കറി എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കറി ഇഷ്ടമല്ല. ഉള്ളിയുടെ കൂടെ ഇടുമ്പോ ഞാൻ വഴക്ക് പറയാം, ഈ ഇതെന്തും ഇട്ടെന്ന്. മുരിങ്ങക്കോല് അല്ല, ചുമന്ന നിറമുള്ള മുരിങ്ങക്കോല അടുത്ത് വന്നു. പച്ചക്കറിയാ പാറു. പാറുവിന് ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഋഷി കൂട്ടൻ തക്കാളി. അത് തന്നെ. തക്കാളി അല്ലയോ? അയ്യോ രുചി തക്കാളിയുടെ ആണല്ലോ. അല്ലയോ? തക്കാളി അല്ല, വേണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത പെട്ടെന്ന്. ഈശ്വര. കിട്ടി. പാറു ഇത് നമ്മള് സലാഡിന്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. എന്തിന്റെ കൂടെ? സലാഡായിട്ട് മുറിച്ച്, സലാഡിന്റെ കൂടെ മുറിച്ച് ഒരു കഴിക്കുന്നു. പച്ച നിറമുള്ള ഇച്ചിരി നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ കാട്ടി ഇച്ചിരി വലിയ പച്ച നിറമുള്ള സാധനം. മുളകിന്റെ അനത്തിൽ ക്യാപ്സിക്കം ആണോ? ആണ്. ശ്രദ്ധിച്ച് പിടിച്ചോ. ഒന്നൂടെ. ഇതൊരു പൊടിയാണ്. പശു നൽകുന്ന ഒരു സംഭവം. പശു പൊടിയൊക്കെ കൊടുത്തു തുടങ്ങിയോ? ചാണകപ്പൊടി ഉണക്കി എടുക്കുന്നതാണ്. പാൽപ്പൊടിയാണോ? അതെ, പാൽപ്പൊടിയാണ്. പാൽപ്പൊടി. ഇത് നിങ്ങളുടെ നിർണായകമായ അവസരമാണ്. കാരണം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിനും കൂടെ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് ഞങ്ങളുടെ കപ്പിൾസിന്റെ ഒപ്പം എങ്കിലും എത്തുള്ളൂ. അതെ, അനുരാജ് അത് മനസ്സിൽ വിചാരിച്ചോണ്ട് അത് കയ്യിൽ പിടിച്ചു. ഇതിപ്പോ ഒരു ട്രോളായി മാറിയല്ലോ പാറു. അശ്വതി ഒരു ഊതം കൊടുത്തേ. ഒന്നുകൂടെ. ഈ ഏട്ടന് രുചിയൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. കൊറോണ വല്ലതും ആണോ? നല്ല രുചിയുള്ള സാധനമാണ് പാറു. നമ്മൾ ഓടി ക്ഷീണിക്കുമ്പം നമ്മുടെ സ്കൂളിലൊക്കെ തന്നോട്ടിരുന്ന സാധനമാണ് ഗ്ലൂക്കോസ്. പൊളിച്ചു. 5-5 എന്നുള്ളതാണ്. ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പം എല്ലാവരും ഒരുപോലെയാണ്. ഇനി മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. 5-5 എന്നുള്ള സ്കോറില്. പക്ഷെ എന്നാലും ഭയങ്കര നല്ല, നിങ്ങൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് എടുത്തു, അത് ടേസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ട് ഒരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ നമുക്ക് ആ വിഷ്വൽ ഇല്ലാതെ വിഷ്വൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫുഡിന്റെ ടേസ്റ്റിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതൊക്കെ തോന്നുന്നു. യെസ്, അപ്പൊ അതൊരു അടിപൊളി ഗെയിം ആയിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ഗസ്റ്റ് ആയിട്ട് വന്ന് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്, വന്ന് നമ്മുടെ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പൊ പറയൂ, എന്താണ് ഇതുപോലത്തെ ഒരു കപ്പിൾസിന്റെ അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മളായാലും പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് ഈ ഒരു സ്റ്റേജ് വരുന്നതായിരിക്കും. ഇപ്പം പാറ് തന്നെ എന്നോട് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സമയവും ഒളിപ്പിച്ചെന്ന് വെച്ചാൽ അതല്ല, ചില വിഷമവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റേജ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് തുറന്നൊന്ന് പറയാൻ തോന്നുന്നത്. കാര്യം ഈ ജഡ്ജിമാരായാലും പിന്നെയുള്ള അത്രയും ഫ്രണ്ട്സിനെ കിട്ടുകയല്ലേ. അങ്ങനെ ഒരു വലിയ പോസിറ്റീവ് ഞാൻ ആക്ച്വലി പല ഷോസിനകത്തും കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് തന്നെ നമ്മുടെ കുറച്ച് കഴിവുകൾ തിരിച്ചറിയാൻ പറ്റും റിയാലിറ്റി ഷോയ്ക്കകത്ത് വരുമ്പോൾ. അങ്ങനെ ഗുണമുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്നേഹം അത് ഒരുപാട് പ്രേക്ഷകർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനൊരു കപ്പിൾ ഷോയിൽ നിന്നാണ് മിക്ക ഫാമിലിയിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്.
ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും ഒരു കപ്പിൾ ഷോ കാണുവാണെങ്കിലും അത് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, അതിന് ഒക്കെ ഒരു കൗതുകമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടി അവരുടെ ദാമ്പത്യത്തിൽ ഒരു അടിപൊളി ലൈഫ് എല്ലാവർക്കും ലീഡ് ചെയ്യാൻ പറ്റട്ടെ ഈ ഒരു ഷോയിലൂടെ. പറയൂ നിഖിൽ ആൻഡ് ലെന, എന്താണ് പറയാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ തിരിച്ചു വന്നൊരു ഫീലാണ് ഞങ്ങൾ. കാര്യം വേറൊന്നുമല്ല, ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാമായിരുന്നു. അതിൽ 8 കപ്പിൾസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു കപ്പിൾ ഞങ്ങളായിരുന്നു. ഈ ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്നത് എന്തോരം ബുദ്ധിമുട്ടാണെന്ന് നല്ലതുപോലെ അറിയാവുന്ന 2 പേരാണ് ഞങ്ങൾ. ഒരുപാട് ആ സമയത്താണ് ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിച്ചതും അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആ പ്രോഗ്രാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആളുകൾ ഞങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ കാര്യങ്ങളായിട്ട് പോയി ഇപ്പോൾ തിരക്കേടില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി. നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ന്യൂ ഇയറിന്റെ ഭാഗമാവാനും അതുപോലെ പുതുതായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെടിക്കെട്ട് എന്ന ചിത്രത്തിന്റെ വിശേഷം പങ്കുവെക്കാനും അതിലെ അഭിനേതാക്കളും സംവിധായകരും ഒക്കെ ആയിട്ടുള്ള വിഷ്ണു ആൻഡ് ബിപിൻ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സിനിമയുടെ വിശേഷങ്ങൾ പറയാം. നമുക്ക് ഈ ഫ്ലോറിലേക്ക് ഒന്നും കൂടെ വരുമോ? അതെ, ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്? അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കഥയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഹിന്റ് തരുമോ? അപ്പൊ ഇവര് നമ്മള് അറിയാം, വളരെ സൂക്ഷിച്ച് കരിയർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന 2 പേരാണ് ഇവരെഴുതിയ സിനിമകളെ കുറിച്ച് നമുക്കറിയാം. വളരെ സൂക്ഷിച്ചാണ് ഇവരിതുവരെ പിഴച്ചിട്ടില്ല. അവരെന്തായാലും ആദ്യത്തെ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിപിൻ ജോർജും ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്ന് തീർച്ചയായിട്ടും സിനിമാ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധ ഈ സിനിമയ്ക്ക് ഉണ്ടാവും. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഓരോ സമയത്തും ചേട്ടാ മഴയാണ്, ഇടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ വിഷ്ണുവിന്റെ കൈ പൊള്ളി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ്. എപ്പോഴും ഒരു നല്ല പ്രൊഡക്റ്റിന്റെ പിന്നിൽ വലിയൊരു അധ്വാനം ഉണ്ടാവും. ഒത്തിരി അധ്വാനിച്ച് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ വലിയ വിജയങ്ങളായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരത് അർഹിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാക്സിമം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാം. ആ സിനിമ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മിനിമം നമ്മളെല്ലാവരും ഒന്ന് കുടുംബമായി പോയി ഈ സിനിമ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ എന്തായാലും 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഫസ്റ്റ് തന്നെ ദൈവം പടം കാണും. ഡയറക്ടർ പറയണ പോലെ ഒന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് തിയേറ്ററിൽ പോയിരുന്ന് കാണണം എന്ന ഒരു ഫീൽ എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഷോക്ക് ഇല്ലാച്ചെങ്കിലും ഞാൻ ആലോചിച്ചതാ. നമ്മുടെ സമയത്തിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ കുറെ സിനിമയൊക്കെ വന്നു. ഞാൻ ആരോടും അങ്ങനത്തെ ഒരു പ്രോമിസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയത്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഈ സിനിമ കാണണമെന്ന് എനിക്ക് തോന്നി. അതെന്റെ ഭർത്താവ് കൊണ്ടേ ഇല്ലാച്ചെങ്കിലും ഞാൻ ഫസ്റ്റ് ഡേ ഈ പടം പോയി. അടിപൊളി. വിഷ്ണുവിന്റെ വില്ലത്തരം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കോൾഡ് ബ്ലഡഡ്. ഇതിനകത്ത് വേറെ ഒരു ഞെട്ടിപ്പോയി. എനിക്ക് ഏതോ ഒരു സമയത്ത് കണ്ടു മടിച്ചേട്ടനെ എവിടെയോ കണ്ട പോലെ ഫീൽ ചെയ്തു. സത്യമായിട്ട് പറഞ്ഞോ, അങ്ങനെ ആർക്കെങ്കിലും ഫീൽ? മണിച്ചേട്ടൻ തിരിച്ചു വന്ന ഒരു ഫീൽ തന്നു സത്യമായിട്ടും. ഇത്രയും പുതിയ ആളുകളെ വെച്ച് നല്ല കണ്ടറിയാലോ, അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ടുണ്ട് സിനിമ. അപ്പൊ ആ ബഡ്ജറ്റിന് തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഭാഗ്യം. കാരണം അവരുടെ പേര് പറയാതെ പോകുന്നത് നന്ദിയോടായി പോകും. ബാദുഷ എന്നമും ഷിനോയ് മാത്യു ആണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ അൽഫോൺസ് കുറെ നാൾക്ക് ശേഷം പറയാൻ പറ്റില്ല, നമ്മുടെ മ്യൂസിക്കൊക്കെ ചെയ്ത അൽഫോൺസ് ചേട്ടനാണ് നമ്മുടെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. രതീഷ് ചേട്ടൻ ആളാണ് ക്യാമറ. അങ്ങനെ ഒരുപാട് അണിയറയിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് കാണുന്ന സിനിമ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അശ്വതി, എനിക്കൊരു ആഗ്രഹമുണ്ട്. പറയൂ. എനിക്ക് ഇവരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, ഇവരുടെ ട്രെയിലർ കണ്ടു. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടു ഇവര് ഭയങ്കര മിമിക്രിക്കാരാണെന്നുള്ളത്. അത് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടി എന്തെങ്കിലും വിപിൻ ഒത്തിരി സ്റ്റാർ ചെയ്യും. നല്ല അല്ല, ബിപിൻ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വിഷ്ണുവിന് തോന്നിയിട്ടുള്ളത് ഏതാ? ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, കുറെ പേരുടെ
ഗംഭീരമായിട്ട് ചെയ്യും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിജയ് സേതുപതിയുടെ ആണോ? ചെയ്യുക. ഓക്കെ, അത് ഞാനും കേട്ടിട്ടില്ല. വിപിൻ പ്ലീസ്, വിജയ് സേതുപതി. விக்ரம் சார் ஒரு கதை சொல்லிட்டேன் சார், ஒரு கதை சொல்லியா? இந்த மூளை இல்லை சார் மோகன்லால், அவருக்கு நடிக்கும் போது அவர் கையெல்லாம் நடுங்குது சார். அவர் வேற லெவல் சார், அவர் வேற லெவல். விக்ரம் சார் ஒரு கதை சொல்லிட்டேன் சார். അടിപൊളി. അടുത്തത് ഇപ്പൊ ആറാട്ടണ്ണൻ ഇവിടെ വന്നിട്ട്, ആറാട്ടണ്ണൻ നമ്മുടെ റിവ്യൂ ഒക്കെ ഇടില്ലേ, പുള്ളി ഇവിടെ ഈ ഞാനും എൻ്റെ ആളിൽ വന്നെയാണെങ്കിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഇവിടെ നിത്യമാമുണ്ട, ജോണി ചേട്ടനുണ്ട, സാജി ചേട്ടനുണ്ട. പടത്തിൽ എഡിറ്റിംഗ് കൊള്ളില്ല, ക്ലൈമാക്സ് കൊള്ളാം. ഇനി നമ്മുടെ KP ഉമ്മർ സാറിനോട്, അപ്പൊ ഉമ്മർ സാറിനെ ഇന്റർവ്യൂ ചെയ്യാണ് ഒരാള്. ഉമ്മർ സാർ, സാറ് നമസ്കാരം. നമസ്കാരം സാറേ. ഇപ്പോൾ ഈ പുതിയ തലമുറയിലുള്ള നടന്മാരൊക്കെ ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റ് സീനൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ടോവി ആയാലും എല്ലാ ആളുകളും, ഇപ്പൊ ചാക്കോച്ചൻ വരെ ഇൻറ്റിമേറ്റ് സീനൊക്കെ അഭിനയിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഉമ്മർ സാറിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപ്പട്ടം. മതിയല്ലേ? താങ്ക് യു. സൂപ്പർ, അടിപൊളി അടിപൊളി. വിഷ്ണു എന്തെങ്കിലും? കോട്ടയം പ്രദീപേട്ടൻ. ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കോട്ടയം പ്രദീപേട്ടൻ. ഞങ്ങൾ എഴുതിയ എല്ലാ സിനിമകളിലും പ്രതിവേദന ഉണ്ടായിരുന്നു, വെടിക്കെട്ടിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗും കട്ടപ്പന ഋത്തിക് റോഷന്റെ ഡയലോഗാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. നിങ്ങൾക്ക് പട്ടായത്തന്നെ ടൂർ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. അയനായാലും ഞാനും എൻ്റെ ആളും കാലക്ക് കിടുക്കി തേമേർത്തു. താങ്ക് യു. അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹം, ഒരു സമ്മാനം ഒക്കെ തന്നിട്ടേ വിടാറുള്ളൂ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്, ഒരു സ്നേഹ സമ്മാനം. അപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായക കൂട്ടുകെട്ടിനെ കൂടെ മലയാള സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ജോണി ചേട്ടാ, നിത്യ, നമുക്ക് ഇവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാം. നിത്യ ഇപ്പൊ തന്നെ ഭയങ്കര ഫാൻ ഗേൾ ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ. നിത്യ പ്ലീസ്. ജോണി ചേട്ടാ. നെറ്റിപ്പെട്ടവർക്ക് കിട്ടാൻ പോകുന്ന എല്ലാ പട്ടങ്ങളുടെയും തുടക്കമാവട്ടെ. അതെ, താങ്ക് യു ഏട്ടാ. അങ്ങനെ ഒരു പ്രാസ കോമഡി പറഞ്ഞില്ലെങ്കിൽ അറിയില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. വെടിക്കെട്ട ടീമിന് നമ്മുടെ വക എല്ലാവിധ ആശംസകളും. നമ്മുടെ ന്യൂ ഇയർ എപ്പിസോഡിൽ അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് ഒരു കിടലൻ ഗെയിമാണ്, ഒരു കിസ്സിംഗ് ഗെയിം. പേര് കേട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നണല്ലേ നിത്യ? ആരാരെ കിസ് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇന്നൊരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസിന് അർജുനൻ മാറത്ത് നോക്കിയിരിക്കണം. ഞാൻ അർജുനെ തന്നെ വിളിക്കാൻ വന്നത്. അർജുൻ ആൻഡ് മാധവി, വിജയ് ആൻഡ് ശ്രുതി, വരൂ. ഇവിടെ കുറെ പേർക്ക് സങ്കടമുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിലാ? ഇവിടെ നമ്മളെ വിളിച്ചോണ്ട് വന്നതില് കുറെ പേർക്ക് കലം തല്ലി പൊട്ടിക്കണം, കുറെ പേർക്ക് ചെളിയിൽ മറ്റേ കുടം ഉണ്ടാക്കണം. നമുക്ക് മാത്രം ഉമ്മ വെക്കില്. ഇതും എന്തായാലും ചെളിയാവും. അതെ, ബേസിക്കലി എല്ലാ അവസാനം ചെളിയാവും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ നിങ്ങളെ നമ്മൾ ബേസിക്കലി ഒരു കേബിളിനകത്ത് ആകും, ഇങ്ങനെ ടൈ എന്നിട്ട് ഓപ്പോസിറ്റ് നിർത്തും. നിങ്ങൾ അതിനകത്ത് നിന്ന് തിരിഞ്ഞു വന്ന് സ്വന്തം പാർട്ട്ണറിനെ കിസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഓക്കെ, പ്രോപ്പർട്ടീസ് പ്ലീസ്. സോ നമ്മുടെ ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ, ഇതാ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ ടൈ ചെയ്തത് ഉണ്ട്. ഇത് നമ്മളെ ഇവരെ രണ്ടുപേരും ഇതിനകത്ത് ലോക്കാക്കും. ആൻഡ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹസ്ബൻഡ്സിന് അവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, അവരെ അവിടെ നിർത്തും. യു ഹാവ് ടു അങ്ങോട്ടേക്ക് പോകണം, പോയി സ്വന്തം ഭർത്താവിന് ഉമ്മ കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഇതിനകത്തായിരിക്കും. ആര് പോയി കൂടുതൽ ഉമ്മ കൊടുക്കുന്നു അവരായിരിക്കും വിന്നർ. ചെറിയൊരു വടംവലി, വേറൊരു ഫോമാറ്റിലുള്ളൊരു വടംവലി. റെഡിയാണോ? റെഡിയാ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, കേറിക്കോ രണ്ടുപേരും. നമ്മുടെ രണ്ട് പെൺ സിംഹങ്ങളും ഉമ്മ വെക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്താണെന്നുള്ളത് കണ്ടറിയാം. Your time starts now.
വലിച്ചു മതി കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വാ. ഞാൻ ഒരു ഉമ്മ അത് ആരാ തരണ്ടേ? ഞാൻ കൊടുക്കണോ എനിക്ക് തരണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. ഓ കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. വലിച്ചോ വലിച്ചോ കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി. മാധു ആഞ്ഞു വലിക്ക്. ആ അതുപോലെ തന്നെ ഇങ്ങോട്ട് വാ. ഇത് സമാസമം കളിയാ. ഇത് സമാസമം. ഇനി മോളെ തന്നോ? ഓക്കെ എന്തായാലും വന്നതല്ലേ. പൗള് നിന്റെ 5 ഉമ്മ കുറച്ചു. ഒരു തവണ ഒരു ഉമ്മ ഉണ്ടുള്ളൂ കേട്ടോ ഞങ്ങള്. ആ പറ്റുമെന്ന് കൊടുക്കും. നമ്മള് കിടന്ന് ഊത്തൽ പിടിച്ചിട്ട് കാര്യമില്ല ചോദിച്ചേട്ടാ. അടിപൊളി അടിപൊളി. തളർന്നോ? നീ രണ്ടുപേരും പോയി എക്സ്റേ എടുക്കണോട്ടെ രാവിലെ കവള്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അല്ല ആലോചിക്കല്ല, ആസ്വദിക്കായിരുന്നു. അല്ല അത് ഓഫ് കോഴ്സ് നിങ്ങളൊക്കെ പിന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏറെ കളി നമ്മൾ കണ്ടിട്ടുണ്ട്, ഉമ്മക്കളി ആദ്യമായിട്ട് കാണാം. അശ്വതി അശ്വതി ഇവിടെ ഏറ്റവും വലിയ തമാശ ഉണ്ടായത് ക്യാമറ സൂം ചെയ്യാൻ എക്സ്പ്രഷൻ. അല്ല ആ അവന്റെ അർജുന്റെ ചുണ്ട് എന്റെ മുഖത്ത് കൂട്ടിയനെ. ബോട്ട് വന്ന് എടുക്കണ പോലെ ചുണ്ട് വന്നത്. എടാ കെട്ടിയിട്ടിട്ട് ഇങ്ങനെയാണ് ഇപ്പൊ കെട്ടഴിച്ചു വിട്ട് എന്തായിരിക്കും? അല്ല ആശ്വസിച്ച് നിങ്ങൾ ഉമ്മ എണ്ണിയോ? ശരിക്കും ഇതൊരു ഒരു പ്ലേ ആവുമ്പോ ഒരു ഗെയിം ആവുമ്പോ സത്യത്തിൽ എല്ലാരും ആസ്വദിക്കായിരുന്നു. ആരും ഞാൻ സത്യം പറയട്ടെ, സത്യം പറയൂ. നമ്മുടെ PCR-ൽ അവിവാഹിതരായ ഒരുപാട് പേര് എണ്ണ കൊടുക്കാൻ ഇരിപ്പുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് എണ്ണ കൊടുക്കാൻ പറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ രണ്ടുപേരും വിജയികളായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വിജയ് ആ മൂടി നിങ്ങോട്ട് വന്നിട്ടില്ല. ഇത്രയും സമയം നമ്മുടെ വേദിയിൽ ഫുൾ ഫൺ ആയിട്ടുള്ള സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു അവസാനം എന്നുള്ള പോലെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ കൂടെ നമുക്കൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കമ്പിത്തിരി ഒക്കെ കത്തിച്ച് ഒന്ന് ആഘോഷമാക്കിയാലോ? അല്ലെ, ഒന്ന്